ഹായ്, നമുക്കിന്ന് ബോഷിൻ്റെ ടോപ്പ് ലോഡ് ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഒരു പ്രാവശ്യം ഫുള്ളായിട്ട് അലക്കി തരാനായിട്ട് എത്ര യൂണിറ്റ് എടുക്കുമെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് ആമിസെൻസിൻ്റെ ഒരു 6-in-1 എനർജി മീറ്ററാണ്. അപ്പോൾ ഈ എനർജി മീറ്ററിൽ അതിൻ്റെ വാട്ടേജ് അറിയാം, എത്ര യൂണിറ്റ് എടുക്കുമെന്നറിയാം, നിലവിലെ വോൾട്ടേജ്, ഫ്രീക്വൻസി, കറണ്ട്, പവർ ഫാക്ടർ, ഇത്രയും ഡീറ്റെയിൽ ഉണ്ട്. ഇതിൽ കണക്ട് ചെയ്ത് വെച്ചേക്കാണ്, വാഷിംഗ് മെഷീൻ കണക്ട് ചെയ്തേക്കാണ്. അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇതിലിപ്പോൾ ഫുൾ ലോഡാണ്, 7 kg ആണ് വാഷിംഗ് മെഷീൻ. അപ്പോൾ ബോഷിൻ്റെ എക്സ്പെർട്ട് കേവ് എക്കോ സൈലൻസ് എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം അലക്കി തീരാനായിട്ട് എത്ര യൂണിറ്റ് എടുക്കുമെന്ന് നോക്കാം. സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട് 55 മിനിറ്റ്, നോർമൽ, വാട്ടർ 3 പ്രാവശ്യം, ഡെലിക്കേറ്റ്, അഴുക്കൊക്കെ ഉള്ള സാധനമാണ്. ഇപ്പോൾ വാഷ്, ഇപ്പോൾ വെള്ളം ഫില്ല് ചെയ്യുന്നുണ്ട്. നിലവിൽ വെള്ളം ഫില്ല് ചെയ്യുമ്പോൾ മാത്രമായിട്ട് 8 വാട്ട് 9 വാട്ട് ആണ് എടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് അലക്കി തീരുമ്പോഴത്തേക്കും ഒരു പ്രാവശ്യം അലക്കി തീരുന്നതിന് ഈ വാഷിംഗ് മെഷീൻ എത്ര യൂണിറ്റ്, വാഷിംഗ് എടുക്കുന്ന പവർ എന്ന് പറയുന്നത് 257-72. ഓരോ പ്രാവശ്യം മോട്ടർ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള വ്യത്യാസമുണ്ട്. ഇനി ഏകദേശം ഒരു 9 മിനിറ്റും കൂടി ഉണ്ട്. റേസാണ് നടക്കുന്നത്. അന്നേരം എടുക്കുന്ന പവറാണ് ഓരോ പ്രാവശ്യം വർക്ക് ചെയ്യുമ്പോൾ 280. ഇത്രയും സമയം കൊണ്ട് ഏകദേശം തീരാറായപ്പോൾ തന്നെ 0.04 kWh യൂണിറ്റാണ് എടുക്കുന്നത്. കറണ്ട് ഇപ്പം 1.35. അത് വേരി ചെയ്ത് വരും മോട്ടോർ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച്. ഇപ്പോൾ സ്പിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്പിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും എത്ര യൂണിറ്റ് ആകുന്നുണ്ടോയെന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ പവർ എടുക്കുന്നത് സ്പിന്നിനാണ് എടുക്കുന്നത്. ഈ സ്പിന്ന് വർക്ക് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പവർ കൺസ്യൂം ചെയ്യുന്നത്. നിലവിൽ ഇപ്പോൾ 290 വാട്ട്, 292, ഒരു 400ൻ്റെ റേഞ്ചിന് വരെ മുകളിൽ പോയതായിരുന്നു. ആ സ്റ്റാർട്ടിങ് സമയത്താണ് വാട്ടേജ് കൂടുതൽ എടുക്കുന്നത്. ഇനി ഒരു ഏകദേശം ഒരു 1 മിനിറ്റും കൂടെ ഈ സ്പിന്ന് വർക്ക് ചെയ്യാനുള്ളത്. ഇപ്പോൾ നിലവിൽ 291 വാട്ടേജ്, 290 വാട്ട് വീതം കാണിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുറഞ്ഞു. ഇപ്പോൾ സ്പിന്നിൻ്റെ മോട്ടർ ഓഫായിട്ടുണ്ട്. ഇപ്പോൾ 7 വാട്ട്, അതൊരു സ്റ്റാൻഡേർഡായിട്ടൊരു 6 വാട്ട്, 6 to 7 വാട്ട് ഈ കൺസോൾ വർക്ക് ചെയ്യാനും എല്ലാം ആയിട്ട് എടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഒരു ബൾബ് വർക്ക് ചെയ്യുന്ന പവർ ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ മെഷീൻ ഓണാക്കുമ്പോൾ തന്നെ എടുക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഈ പ്രോഗ്രാം യൂണിറ്റും കാര്യങ്ങളും കൺസോളും എല്ലാം വർക്ക് ചെയ്യാനായിട്ട്. എൻ്റെ ആയപ്പോഴത്തേക്കും 0 വാട്ട് സ്റ്റാർട്ട് ചെയ്ത് ഈ 7 കിലോ ഫുൾ ലോഡ് അലക്കാനായിട്ട് എടുത്തത് 0.06 kWh ആണ്. അതായത് ഒരു യൂണിറ്റ് എടുക്കുന്നില്ല, 0.1 എടുക്കുന്നില്ല. അപ്പം ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു യൂണിറ്റ് എടുക്കാനായിട്ട് ഒരു 10 പ്രാവശ്യത്തിന് മുകളിൽ അലക്കിയാലും ഒരു യൂണിറ്റ് കറണ്ട് ആകില്ല. പക്ഷേ ഇവരിതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്
0.0095 എനർജി കൺസപ്ഷൻ kWh പെർ സൈക്കിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഏത് സെറ്റിങ്ങിലാണ് ഇവർ സൈക്കിള് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയത്തില്ല. കാരണം ചിലപ്പോൾ ഏതെങ്കിലും നോർമൽ ഇതിലായിരിക്കും. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ വീഡിയോയുടെ താഴെയായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വാഷിംഗ് മെഷീൻ എത്ര പവർ എടുക്കുന്നുണ്ട് എന്ന് നോക്കാനായിട്ട്. ഈ ആമിസെൻസ് എന്ന് പറയുന്ന ഈ മീറ്റർ ആമസോണിൽ അവൈലബിൾ ആണ്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.